Good morning, everyone. Prayer. We praise you, Lord, and we thank you for the opportunity to learn and grow through this online class. Bless our teachers who inspire and guide us. Bless our classmates and all the people who care for us. Come to our hearts and make us attentive, patient, and diligent to understand the lessons that our teachers teach us. Dear Lord, bless our beloved country that we may have unity, peace, and prosperity. Thank you. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, everyone. I'm Shruti Sudesh. You are all welcome to our today's class. I'm so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Ashwati ma'am for today's class. Thank you. Have a great day. Okay. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. ടൈമിംഗ് ചെയ്തായിരുന്നോ? ചെയ്തു മാം. തോട്ട് ഓഫ് ദ ഡേ. ഓക്കെ. Knowledge is like a light. The more we share it, the brighter the world becomes. അറിവ് ഒരു വെളിച്ചം പോലെയാണ്. അതിനെ നാം എത്രയധികം പങ്കിടുന്നുവോ ലോകം അത്രയും കൂടുതൽ പ്രകാശിതമാക്കും. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ പ്രീ റൈറ്റിംഗ് ബോർഡ് കണ്ടായിരുന്നോ? അപർണ മാം കാണിച്ചായിരുന്നോ പ്രീ റൈറ്റിംഗ് ബോർഡ്? ഇല്ല മാം. ഇല്ല, കാണിച്ചിട്ടില്ല അല്ലേ? ഇതാണ് പ്രീ റൈറ്റിംഗ് ബോർഡ് കേട്ടോ. കണ്ടോ? ഇത് കാണുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ?
കൊതുകുതിരി. പല തരത്തിലുള്ള ഷേപ്സ് ആണ് കേട്ടോ. കണ്ടോ, ട്രീയുടെ ഷേപ്സ് ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ ഷേപ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കൊതുകുതിരി പോലെയാ തോന്നുന്നത് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? പേരിൽ തന്നെ ഉണ്ട് പ്രീ റൈറ്റിംഗ് ബോർഡ്. ദാറ്റ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നേ? അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി എഴുതാനാണോ? ആ, അതെ. അതായത് കുട്ടികൾക്ക് എഴുതുന്നതിന് മുമ്പായിട്ട് അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അതായത് അവരുടെ ഫിംഗർ ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇതിന്റെ പേരാണ് സ്റ്റൈലസ് കേട്ടോ. കാണുന്നുണ്ടോ? സ്റ്റൈലസ്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ജസ്റ്റ് കണ്ടോ ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ വരച്ച് കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്. അപ്പൊ കുട്ടികൾ എഴുതുന്നതിന് മുമ്പ് അവരുടെ ഫിംഗർ മൂവ് ചെയ്യുന്നതിനും അവരെ കംഫർട്ടബിൾ ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേര് സ്റ്റൈലസ് എന്നാണ്. പിടികിട്ടിയോ? ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ആ മൊഡ്യൂൾ 3 ഈ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കോളൂ കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? പാർട്ടുകളായിട്ട് ഭാഗിച്ചായിരുന്നോ? ഇല്ലേ? പ്രിലിമിനറി എക്സസൈസ്, അപ്ലൈഡ് എക്സസൈസ്, അതൊക്കെ പറഞ്ഞായിരുന്നോ? ഏതുവരെയാ നിർത്തിയത്? അതിന്റെ പോയിന്റുകൾ മാത്രം മാം പറഞ്ഞോളൂ, വിശദീകരിച്ച് പറഞ്ഞില്ല. ഓക്കെ. ആദ്യത്തെ പോയിന്റ് പറഞ്ഞായിരുന്നു അല്ലെ? പ്രിലിമിനറി എക്സസൈസില് ഫോറിങ്, ഫോൾഡിങ്, ക്യാരിയിങ്, അത് 3 എണ്ണമാണ് വരുന്നത്. അതായത് ബേസിക് ആയിട്ട് കുട്ടികൾ ഇപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട്, അതുമായിട്ട് കൂടുതലായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. Then applied exercise വരുമ്പോൾ child learns about the care and maintenance that helps everyday life. These activities are, for example, the care of environment. അതായത് നമ്മുടെ എൻവയൺമെന്റിനെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ
എന്താ പറയാ അതിന്റെ മെയിന്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കുട്ടികളെ ചുറ്റുപാടുമായിട്ട്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ചെടിക്ക് വെള്ളമൊഴിക്കുക, അതുപോലെ തന്നെ മറ്റുള്ള എൻവയൺമെന്റ്, ഇപ്പോ എന്താ പറയാ നമ്മുടെ പ്ലാന്റ്സ്, അതുപോലെ തന്നെ സ്കൈ, ബേർഡ്സ്, അതിനൊക്കെ ഒബ്സർവ് ചെയ്യുക, അതിനൊക്കെ റെസ്പെക്ട് ചെയ്യുക, ആ ഒരു രീതിയിലാണ് അപ്ലൈഡ് എക്സസൈസിലുള്ള ഇത് വരുന്നത്. Then in the case of self-exercise, a child learns to do activities related to personal hygiene, brushing, combing, etc. അതായത് നമ്മുടെ പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ബ്രഷിങ്, അതായത് കുട്ടികൾ സ്വയം തന്നെ അവരുടെ വ്യക്തി ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ബ്രഷ് ചെയ്യുക, കോംബ്, മുടിയിരുക, പല്ല് തേക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് സെൽഫ് എക്സസൈസിൽ വരുന്നത്. Then in the grace and courtesy exerciseൽ വരുന്നത് children work on the interactions of people to people. അതായത് മറ്റുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്യുക, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രേസ് ആൻഡ് courtesy exerciseൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? Then next, reasons for practical life exercise നിങ്ങൾ ഒന്ന് വായിച്ചാൽ മതി. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി എന്താണെന്ന് കേട്ടോ. മനസ്സിലായല്ലോ പറയുന്നത്? ചില ഭാഗങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു മാത്രം പോയാൽ മതി. പിന്നെ അടുത്തത് വരുന്നത് എക്സസൈസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്. കുട്ടികളുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എക്സസൈസ് ആണ് ഉള്ളത്? ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ശ്രുതി ഒന്ന് റീഡ് ചെയ്യാമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. റീഡ് ചെയ്തതിനോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. Okay, ma'am. Exercises for the development of motor skills. Introductory exercises. Rolling and unrolling. Rolling means ഉരുളുന്നത്, പിന്നെ അഴിച്ചെടുക്കുന്നത്. അൺറോളിംഗ് മീൻസ് റോളിംഗ് ആൻഡ് അൺറോളിംഗ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോ മാറ്റ് ആയാലും റോൾ ചെയ്യുക, അൺറോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പായൊക്കെ ഉണ്ടല്ലോ, പായ, ഇപ്പൊ പായൊന്നും അധികം ആളുകൾ ഉപയോഗിക്കാറില്ല, എന്നാലും നിങ്ങളുടെ വീട്ടിലൊക്കെ പായൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ നമുക്കറിയാം നഴ്സറിയിലൊക്കെ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചു നേരം ഉറങ്ങാനൊക്കെ സമയം കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഉപയോഗിക്കുന്നത് അവിടെ? പായയല്ലേ? കണ്ടിട്ടില്ലേ? പായാണ് അല്ലെ? അപ്പൊ അതെങ്ങനെ റോൾ ചെയ്യാം, എങ്ങനെ അത് മടക്കി വെക്കാം, എങ്ങനെ അത് അൺറോൾ ചെയ്യാം, നിവർത്താം, ആ ഒരു കാര്യം. അതായത് നമ്മുടെ ഈ ഫിംഗർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കറക്റ്റ് ആയിട്ട്. നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എങ്ങനെയാണ് റോള് ചെയ്യുന്നതും അൺറോൾ ചെയ്യുന്നതെന്ന് അതിനകത്ത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് വായിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്. ഇരിപ്പും നിൽപ്പും. നെക്സ്റ്റ് വൺ ക്യാരിങ്. ക്യാരിങ് മീൻസ് ചുമക്കുന്നത്. സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് ഇരിക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ എണീക്കുക. അതായത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുകയും അതുപോലെ തന്നെ സ്റ്റാൻഡ് ചെയ്യുന്നത്, നിൽക്കുന്നതുമാണ് അവിടെ പറയുന്നത്. ക്യാരിയിങ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം കൊണ്ടുവരിക. ഇപ്പൊ കുട്ടിയോട് പറയുവാണ് അവിടെ നിന്ന് ആ ചെയർ ഒന്ന് എടുത്തിട്ട് വരാൻ പറയുവാണെങ്കിൽ, അതായത് കുട്ടികൾ വളരെ വെയിറ്റ് കുറവായിട്ടുള്ള ഇപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ചെയർ ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കസേരകളൊക്കെ, അതൊക്കെ ഒന്ന് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ കുഞ്ഞത് എന്ത് ചെയ്യും? ക്യാരി ചെയ്ത് കൊണ്ടുവരും അല്ലെ? അപ്പൊ ഇതൊക്കെ എക്സസൈസ് ആണ്. ദെൻ സ്പൂണിങ് ആക്ടിവിറ്റി. സ്പൂണിങ് ആക്ടിവിറ്റി ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ക്ലാസ് തീരാറാകുമ്പോ സമയം ഉണ്ടെങ്കിൽ ഈ ആക്ടിവിറ്റി ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് തരാം. നിങ്ങളൊന്ന് ലൈവിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സ്പൂണിങ് ആക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലായോ? അതായത് 2 ബൗൾ ഉണ്ടാകും. ആ ബൗളില് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പയറാകാം, പരിപ്പാകാം, കടലയാകാം, അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അത് ഒരു ബൗളിൽ വെക്കും. പിന്നെ ഒരു സ്പൂണും ഉണ്ടാവും ഒരു ബൗളില്. ഇതെന്ത് ചെയ്യണം? മറ്റേ ബൗളിലോട്ട് പകർത്തണം. കയ്യിൽ ഉപയോഗിച്ച്, അതായത് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരു ബൗളിൽ നിന്ന് കോരി മറ്റേ ബൗളിലോട്ട് ഇടണം. ഇതിനെയാണ് സ്പൂണിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഈ സ്പൂണിങ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ട്രേ ഉണ്ടാകും, അതുപോലെ തന്നെ 2 ബൗൾ ഉണ്ടാകും. ഓക്കെ, ഈ ബൗള് 2 ബൗളില് എന്താണ്
ഞാൻ പറഞ്ഞു, അതായത് നമ്മളെ ഉപയോഗിക്കുന്ന പൾസസ്, ധാന്യങ്ങൾ, അത് എന്തോ ആവട്ടെ, നിങ്ങൾക്ക് കടല ഉപയോഗിക്കാം, പരിപ്പ് ഉപയോഗിക്കാം, അതായത് ശബ്ദം ഉണ്ടാകണം കേട്ടോ. ശബ്ദം ഉണ്ടാകുന്ന, ശബ്ദമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കാം. പൾസസ് ഒക്കെ ആവുമ്പോൾ നമുക്കറിയാം, ഈ കടല പരിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ, അതായത് ഒരു ബൗളിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് പകർത്തുമ്പോൾ അതെന്ത് ചെയ്യും, അതായത് മറ്റൊരു ബൗളിലേക്ക് ഇടുമ്പോൾ ശബ്ദം കേൾക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ശബ്ദം കേൾക്കും, ഉറപ്പായിട്ട് ശബ്ദം കേൾക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങള് എങ്ങനെയൊക്കെയാണ്, അതായത് ആ സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ കുഞ്ഞ് ഒരു ബൗളിൽ നിന്ന് മറ്റേ ബൗളിലേക്ക് അത് പകർത്തുന്നത്, അവന്റെ ഒബ്സർവേഷൻ സ്കിൽ എന്താണ്, അവന്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു, പിന്നെ അവന്റെ ഫൈൻ മോട്ടോർ സ്കിൽസ് വർദ്ധിക്കുന്നു. അങ്ങനെ ധാരാളം ഗുണങ്ങൾ എന്തിനുണ്ട്, ഈ ഒരു സ്പൂണിങ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടൊരു ട്രേ ഉണ്ടാകണം. ട്രേയുടെ മുകളില് 2 സെയിം സൈസ് ആയിട്ടുള്ള ബൗള് വെക്കണം. രണ്ടും സെയിം സൈസ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ പോറിംഗ് ആണ്. പോറിംഗ് എന്ന് പറയുന്നത് ഒരു ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തുന്നതാണ് കേട്ടോ. പോറിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു ജഗ്ഗ് വെക്കുക, ജഗ്ഗിൽ വെള്ളം ഉണ്ടാകും, ഒരു ഗ്ലാസ് ഉണ്ടാകും. അപ്പൊ കുട്ടിയെ ജഗ്ഗിൽ നിന്ന് വെള്ളം പകർത്തിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ക്യാരിയിങ് പറഞ്ഞില്ലേ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ട്രാൻസ്ഫർ, ക്യാരിയിങ് പോലെ തന്നെ സെയിം ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ഫറിങ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഇൻട്രോഡക്ടറി എക്സസൈസിലാണ് നമ്മൾ റോളിംഗ് ആൻഡ് അൺറോളിംഗ്, സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്, ക്യാരിയിങ്, സ്പൂണിങ്, പോറിംഗ്, ട്രാൻസ്ഫറിംഗ് ഒക്കെ പറയുന്നത്. ഇനി ലേറ്റ് എക്സസൈസില് ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്, അതായത് തുണി മടക്കുക, നിവർത്തുക. സ്ക്യൂസിങ്, അതായത് തുണി പിഴിയില്ലേ നമ്മള്, ഇപ്പൊ തുണി ആയാലും അതുപോലെ തന്നെ നമ്മൾ ഈ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ, ലെമൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്യൂസ് ചെയ്യാറില്ലേ, കുഞ്ഞുങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എന്റെ മോൻ ചെയ്യൂട്ടോ, തനിയെ എന്ത് ചെയ്യാറുണ്ട്, നാരങ്ങ വെള്ളം കൂട്ടാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ മക്കളും ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാറുണ്ട്, ലെമൺ. എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ടീച്ചർ ഇങ്ങനെ ചെയ്യിപ്പിച്ചിരുന്നു, സ്പഞ്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് ഡൗട്ട് വന്നു, എന്തിനാ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്, ഇപ്പഴാ മനസ്സിലായതല്ലേ. ഓക്കെ, അപ്പൊ സ്ക്യൂസിങ്, അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ്, വീണ്ടും ട്രാൻസ്ഫറിങ് വരുന്നുണ്ട് അവിടെ. പിന്നെ പെഗ്ഗിങ് വരുന്നുണ്ട്. പെഗ്ഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഒരു ക്ലിപ്പുകൾ ഉണ്ടല്ലോ, നമ്മള് എന്താ പറയാ, തുണിയൊക്കെ വിരിച്ചിടുമ്പോൾ ധാരാളം ക്ലിപ്പുകൾ ഇടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞിനൊരു ബാസ്ക്കറ്റ് കൊടുക്കും, എന്നിട്ട് അതിനകത്ത് ഇത് ചെയ്യാനായിട്ട് പറയും, അറ്റാച്ച് ചെയ്യാനായിട്ട് പറയും. ദാറ്റ് മീൻസ് പെഗ്ഗിങ്. പിന്നെ അതുപോലെ തന്നെ സ്വീപ്പിംഗ് ഉണ്ട്. സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, തൂത്തുവാരുക എന്നുള്ളതാണ് അല്ലെ. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫന്റി, എന്താണ് ഇവിടെ പറയുന്നത്, ഒന്ന് വായിക്കാമോ ശ്രുതി, ഒന്ന് വായിക്കാമോ? യെസ് മാം. Threading and beading. Next one, cutting, pasting and gluing. Pasting and gluing, weaving. എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? ത്രെഡിങ് ആൻഡ് ബീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? തുന്നുന്നതാണോ നൂല് ഉപയോഗിച്ച്? അത് തന്നെ, നൂല് ഉപയോഗിച്ച് തുന്നുന്നതാണ് കേട്ടോ. ഓക്കെ മാം. നെക്സ്റ്റ് കട്ടിങ്, മുറിക്കുന്നത്. നെക്സ്റ്റ് പേസ്റ്റിംഗ് ആൻഡ് ഗ്ലൂയിങ് മീൻസ് ഗം ഇട്ട് ഒട്ടിക്കുന്നത്. നെക്സ്റ്റ് വീവിങ് മറ്റേ ഇതല്ലേ? അതെ. അടുത്തതൊന്ന് വായിച്ച റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻവയൺമെന്റ്, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചൊന്ന് പോയാൽ മതി കേട്ടോ. ഞാനിപ്പോ മുകളിൽ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻവയൺമെന്റ് എന്ന് റീഡ് ചെയ്യൂ. ഹസീന റീഡ് ചെയ്യൂ. ഹസീന. Okay, ma'am. Responsibility of environment exercise to teach the child right as use of object and their care. First one, opening and closing. Doors, drawers, cupboards, case and chests, windows and shutters, taps, screw, top bottle and jars,
boxes with removable lids and hinged lids, keys, latches, padlocks, combination locks, bolts and chains. വാതിലുകള്, ഡ്രോയറുകള്, കബോർഡ്, കേസ് ആൻഡ് ചെസ്റ്റസ്. അതെന്താന്ന് മനസ്സിലായില്ല. ഓക്കെ. വിൻഡോസ്, ഷട്ടറുകള് ഒക്കെ, ടാപ്പ്, സ്ക്രൂ, ടോപ്പ്, സ്ക്രൂവിന്റെ ഒക്കെ ടോപ്പ്, ബോട്ടിൽ ആൻഡ് ജാർസ്, കുപ്പികളുടെ ഒക്കെ അടപ്പുകളൊക്കെ തുറക്കാനും. അതായത് നമ്മൾ ഈ അടക്കുന്നതും തുറക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ വാതിലുകൾ, ഡ്രോയേഴ്സ്, കപ്ബോർഡ്സ്, അതൊക്കെ കുഞ്ഞുങ്ങൾ അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യാറില്ലേ? കേസസ് ആൻഡ് ചെസ്റ്റ്, പലതരത്തിലുള്ള കേസസുകളും കാര്യങ്ങളും. പിന്നെ വിൻഡോസ് ആൻഡ് ഷട്ടേഴ്സ്, ടാപ്സ്, സ്ക്രൂ ടോപ്പ് ബോട്ടിൽസ് ആൻഡ് ജാർസ്, ബോക്സസ് വിത്ത് റിമൂവബിൾ ലിഡ്സ് ആൻഡ് ഹിംഗഡ് ലിഡ്സ്, കീസ്, ലാച്ചൂസ്, പാഡ്ലോക്സ്, കോമ്പിനേഷൻ ലോക്സ്, ബോൾസ് ആൻഡ് ചെയിൻസ്. ചില ഡപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഡപ്പയുടെ ഒക്കെ മൂടി കുഞ്ഞുങ്ങൾ തുറക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ വീട്ടിൽ തന്നെ പലതരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ എന്താ പറയാ, മൂടി തുറക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വാതിലിന്റെ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ചില കൊളുത്തുകൾ, ലച്ചൂസ് എന്ന് പറയുന്നത് കുത്തിക്കൊളുത്തുന്നതാണ് കേട്ടോ. വാതിലൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് കുറെ ലോക്കുകൾ കാര്യങ്ങളൊക്കെ തുറക്കുന്നതും അടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചാൽ മതി. ദെൻ അറേഞ്ചിങ്. അറേഞ്ചിങ് എന്ന് പറയുമ്പോൾ ടേബിൾ അറേഞ്ച് ചെയ്യുക, ചെയർ അറേഞ്ച് ചെയ്യുക, പിന്നെ മറ്റ് ക്ലാസ് റൂം ഒബ്ജക്റ്റുകൾ അറേഞ്ച് ചെയ്യുക. ക്ലീനിങ് ആൻഡ് സ്ക്രബിങ്. ടേബിള്, ചെയർ, ബ്ലാക്ക് ബോർഡ്. അതായത് ടേബിൾ അറേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ചെയർ അറേഞ്ച് ചെയ്യുക. പിന്നെ എന്താ പറയാ, നേരത്തെ പറഞ്ഞ ചെയർ, പിന്നെ ബ്ലാക്ക് ബോർഡ്, അങ്ങനെയുള്ള അതായത് ടേബിൾ ക്ലീൻ ചെയ്യുക. അതായത് ഇപ്പോ എന്തെങ്കിലും പൊടിയോ ഡസ്റ്റോ മറ്റോ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, ചെയറുകൾ ക്ലീൻ ചെയ്യുക. പിന്നെ ബ്ലാക്ക് ബോർഡ് ഒക്കെ എന്ത് ചെയ്യുക, തുടയ്ക്കാറില്ലേ കുഞ്ഞുങ്ങള്? കുഞ്ഞുങ്ങൾ തന്നെയല്ലേ ബ്ലാക്ക് ബോർഡ് ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ക്ലാസ് റൂമില്? ടീച്ചർ പറയുമ്പോൾ ക്ലീൻ ചെയ്തിടാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ അതിനകത്ത് വരും. പിന്നെ ഡസ്റ്റിങ്, പോളിഷിങ്, കെയർ ഓഫ് ഫ്ലോർ, കെയർ ഓഫ് ബുക്സ്, കിച്ചൺ ആക്ടിവിറ്റീസ്, അയേണിങ്, ലുക്കിംഗ് ആഫ്റ്റർ ദ പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഈ സെൽഫ് കെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഇൻട്രോഡക്ടറി എക്സസൈസ്, അതായത് വാഷിംഗ്, ഡ്രൈയിങ് ഓഫ് ഹാൻഡ്സ്, ഫേസ്, അതായത് നന്നായിട്ട് കൈ കഴുകുക, ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പിന്നെ എന്താ പറയാ, ലാട്രിൻ, അതായത് ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പേഴ്സണൽ ഹൈജീനില് യൂസിങ് ഹാൻകർചീഫ്, ടിഷ്യൂ, അതായത് ടിഷ്യൂ ഉപയോഗിക്കുക, ഹാൻകർചീഫുകൾ ഉപയോഗിക്കുക. പിന്നെ ബ്ലോയിങ് നോസ്, മൂക്ക്, അതായത് എന്തെങ്കിലും ജലദോഷമൊക്കെ വരുന്ന സമയത്ത് മൂക്ക് പിഴിയില്ലേ? പിഴിയാറുണ്ടോ? മൂക്കിൽ തൊടാറില്ലേ നമ്മള്? അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. സ്ക്യൂസിങ്, വൈപ്പിങ്, തുടയ്ക്കുക. പിന്നെ കോംബിങ്, ബ്രഷിങ്, ടൈയിങ്, പ്ലാന്റിങ് ഹെയർ, ക്ലീനിങ് ആൻഡ് കട്ടിങ് നെയിൽസ്, നഖം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ടീത്ത് ബ്രഷിംഗ് ടീത്ത്, ഡ്രസ്സിംഗ് ഫ്രെയിം എക്സസൈസസ്, ലുക്കിംഗ് ആഫ്റ്റർ ക്ലോത്ത്സ്, ഷൂസ്, സ്പെക്ടാക്കിൾസ്, പുട്ടിംഗ് ഓൺ ഷൂസ്, ഷൂസ് ഒക്കെ നല്ല രീതിയിൽ ഇടുക. അതൊക്കെയാണ് അവിടെ വരുന്നത്. Then development of balance and grace of posture, അതായത് കുട്ടികൾ ശരിയായിട്ടുള്ള പൊസിഷൻ എങ്ങനെയാണ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. വാക്കിംഗ് ഓൺ ലൈൻ, കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ക്യൂവിൽ നിൽക്കുക എന്നുള്ളത്. ലിഫ്റ്റിംഗ് ആൻഡ് ക്യാരിയിങ് ഓൺ എ ചെയർ, പുട്ടിംഗ് ദ ചെയർ ഡൗൺ സൈലന്റ്ലി. ഓക്കെ, അവിടെ പറയുന്നുള്ളൂ. പിന്നെ ഗ്രേസ് ആൻഡ് കോർട്ടസിയില് ഗ്രീറ്റിംഗ്, മാനേഴ്സ്, ട്രാഫിക് റൂൾസ്, ഇത് മൂന്നുമാണ് വരുന്നത് കേട്ടോ. ഇനി ക്വാളിറ്റീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് നോർമലൈസേഷൻ ഓഫ് എ ചൈൽഡ് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ആദ്യം ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. നന്നായിട്ട് റീഡ് ചെയ്ത് മനസ്സിലാക്കുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നവർ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? നന്നായിട്ട് റീഡ് ചെയ്യാം കേട്ടോ. കുറച്ച് സമയം കൂടുതൽ തരാം. നന്നായിട്ടൊന്ന് റീഡ് ചെയ്യാം. 19 പോയിന്റ്. ഞാൻ ക്ലാസ്സിൽ നിന്ന് ക്വിറ്റ് ആയിക്കോട്ടെ? അതെ, സിൻസിയാണ്. അതെ, ഇവിടെ പാമ്പ് വന്നേക്കണം വീട്ടിൽ, അപ്പൊ അതൊന്ന് നോക്കാനോ? ഓക്കെ, ശരി. Miss,
ലൗലി ചേച്ചിക്ക് കയ്യില് നീര് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയേക്കാം. അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. ലൗലി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ഇങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആയോ? ശരിയായോ? ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ശരി, അന്വേഷണം പറഞ്ഞേക്കൂ കേട്ടോ. റെസ്റ്റ് എടുക്കാൻ പറയും. ഓക്കെ മാം, ഓക്കെ മാം.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ.
എത്ര പോയിന്റ് വായിച്ചു ഇപ്പോ? എത്ര പോയിന്റ് വായിച്ചു? ഫുള്ള് വായിച്ചു മാം. ഫുള്ള് വായിച്ചോ? 19. റീഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും? ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. Qualities of the directors and the normalization of child. Guidelines for the presentation of practical life exercise to the child. അതായത് നമ്മള് ഒരു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഗൈഡ് ലൈൻ ആയിട്ട് പറയുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ, have the materials in good order and entirely prepared before the lesson start. It is important to have sufficient practice before making a presentation. Tolerate practice before making a presentation to the child, as mistakes should not be made during the presentation. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമായ എല്ലാ സാധനങ്ങളും ക്രമമായിട്ട് ഒരുക്കി വെക്കണം. അധ്യാപികയ്ക്ക് നന്നായി പരിശീലനം ലഭിച്ചിരിക്കണം. കാരണം കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തെറ്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് പറഞ്ഞാലാണ് പിള്ളേർക്ക് അത് മനസ്സിലാവും. അവര് മിസ്റ്റേക്ക് ചെയ്യുമ്പോ നമ്മള് തെറ്റിച്ച് പഠിപ്പിച്ചിട്ട് മിസ്റ്റേക്ക് അവരുടെ മേത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതായത് നമ്മൾ ഒരു കാര്യം, അതായത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം അല്ലെ. അതായത് ധാരാളം പ്രിപ്പറേഷൻസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ഓരോ ടീച്ചർമാരും പഠിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങളായാലും ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ, ആദ്യമായിട്ടൊക്കെയാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്തെങ്കിൽ നിങ്ങൾക്കറിയാം തലേ ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ്, മറ്റൊരു ജോലിക്കും അങ്ങനെ ഇല്ല അല്ലെ. തലേ കൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഗവൺമെന്റ് ഓഫീസിലാണ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫേമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ ചെന്ന് ആ ഓഫീസ് ടൈം 10 മണി തൊട്ട് 5 മണി വരെയാണ്, അല്ലെങ്കിൽ 10 മണി തൊട്ട് 6 മണി വരെയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം മാത്രമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. കറക്റ്റ് ആണോ ഞാൻ പറയുന്നേ? അതെ. പക്ഷെ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷന്റെ ഇത് വേറെയാണ്. കാരണം നമ്മൾ 1 മണിക്കൂർ ഇപ്പൊ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ 4 മണിക്കൂറിന്റെ എഫേർട്ട് ആയിരിക്കും നമ്മൾ തലേ ദിവസം ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത് കേട്ടോ. അതായത് കുറെ കാലമൊക്കെ ആകുമ്പോൾ അതുമായിട്ട് നമ്മൾ അഡാപ്റ്റഡ് ആവും. ഫസ്റ്റ് ടൈം ഒക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നതെങ്കിൽ കുറെ സമയത്തെ പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ട് അല്ലെ. ഒരു ക്ലാസ് എടുക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കുറെ സമയം നമ്മളത് പഠിക്കണം. അതിനുശേഷം അത് നമ്മൾ പ്രസന്റ് ചെയ്യണം. ഇപ്പൊ ചിലരൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ, ഞാനൊക്കെ പലതവണ കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. PSC ക്ലാസ്സിന് പോകുമ്പോൾ, PSC പഠിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് 3 മണിക്കൂറൊക്കെയാണ് ക്ലാസ് വരിക. അപ്പൊ ഈ 3 മണിക്കൂർ ക്ലാസ് ഉള്ള സമയത്ത് 3 മണിക്കൂറിന്റെ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിരുന്നു, ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യാം? ചെറിയ കുഞ്ഞുങ്ങളല്ലേ ഇരിക്കുന്നത്, ഒരുവിധം വലിയ കുട്ടികളാണ് ക്ലാസ്സിന് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നമ്മൾ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ അവർ ക്യാച്ച് ചെയ്ത് അവർ തിരുത്തി പറയും. അങ്ങനെയാണ്. അപ്പൊ വളരെയധികം സൂക്ഷിച്ചിട്ടൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ബോർഡ് ഉപയോഗിക്കുമായിരുന്നു. തലേ ദിവസം തന്നെ ബോർഡ് ഉപയോഗിച്ച് ഒരു ക്ലാസ് ഡെമോ അവിടെ ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് അത് 2, 3, 4 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാലാണ് അത്രമേൽ അത് പെർഫെക്റ്റ് ആവുക ക്ലാസ്. എന്നാൽ മാത്രമാണ് നമുക്ക് പിറ്റേ ദിവസം അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. 3 മണിക്കൂറിന് ശേഷം നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സംതൃപ്തി തോന്നും ആ ഒരു സമയത്ത്. അപ്പോഴാണ് ഒരു ടീച്ചറിന്റെ എന്താ പറയാ ഒരു കടമ നമ്മൾ നിറവേറ്റി എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. അപ്പോ ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂം ആണെങ്കിലും അല്ല, സാധാ ഒരു ട്രഡീഷണൽ മെത്തേഡ് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ ആണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പിറ്റേ ദിവസം നല്ല രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പൊ മെറ്റീരിയൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ടീച്ചർക്ക് ബോധം ഉണ്ടായിരിക്കണം എന്താണ് ഇത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലേ, അതിനെക്കുറിച്ച് ടീച്ചർ അവെയർ ആയിരിക്കണം. എന്താണ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അത് ടീച്ചർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അന്നെങ്കിൽ മാത്രമാണ് അത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോ കുട്ടികള് പഠിക്കുന്നതിന് മുമ്പായിട്ട് ടീച്ചറിനായിരിക്കണം ഇതിൽ ട്രെയിനിങ് വേണ്ടത്. ടീച്ചർ നല്ല രീതിയിൽ അതുമായിട്ട് ട്രെയിൻഡ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ.
Then രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് give a lesson to a child who is not working rather than to a child who is already absorbed in this work. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഇതിനകം വർക്ക് ചെയ്യാത്ത കുട്ടിക്ക് ആ പാഠത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. നേരത്തെ തന്നെ പ്രവർത്തനത്തിൽ മുഴുകിയിട്ടുള്ള കുട്ടിയെ ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ടിക്കരുത്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം കുഞ്ഞിന് കൊടുക്കേണ്ടത്. പിന്നെ കുഞ്ഞിനെ ഒരിക്കലും നമ്മൾ വെറുതെ ഇരുത്താനായിട്ട് പാടില്ല. ഒരു 10 കുട്ടികളെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നെന്ന് വിചാരിക്കുക. 10 കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് 9 കുട്ടികളും ആക്ടിവിറ്റീസ് ചെയ്യുവാണ്, ഒരു കുട്ടി മാത്രം ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം അത് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയതിനു ശേഷം ആ കുട്ടിക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ആ കുട്ടിയെ ഏൽപ്പിക്കുക. അതാണ് ഒരു കുട്ടിയെ വെറുതെ ഇരുത്താനായിട്ട് പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പോയിന്റ്, prepare the workspace, a clear space at a table, an individual mat on the floor or an empty desk. The floor mat defines the work area of the exercise. അതായത് നല്ല രീതിയിലൊരു വർക്ക് സ്പേസ് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് സ്പേസ് വേണം, അതുപോലെ തന്നെ ക്ലിയർ സ്പേസ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ, അതായത് ഓരോ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ മാറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ എന്താ പറയാ സ്പേസ് അനുസരിച്ച് എവിടെയാണോ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ താഴെയൊക്കെ ആണെങ്കിൽ ചിലപ്പോ എന്താ പറയാ എംറ്റി ഡെസ്കിലോ അല്ലെങ്കിൽ വെറുതെ ഉള്ള ഒരു ടേബിളിലോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പാടില്ല. നിർബന്ധമായിട്ടൊരു മാറ്റ് നമ്മൾ ഇടേണ്ടതാണ്. പിന്നെ താഴെയൊക്കെ ആണെങ്കിൽ ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ടുള്ള മാറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് വേണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. 3 കാര്യങ്ങളും ഒക്കെയാണോ? നാലാമത്തെ പോയിന്റ് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? നാലാമത്തെ പോയിന്റ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി. Take the child to the shelf with you so that he can see the proper location of the materials as simply as possible. Tell the child the name of the task if he can comprehend it. Tell him the names of the parts of the task. കുട്ടിയെ കൂടെ കൂട്ടിയിട്ട് സാധനങ്ങൾ എവിടെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയും പ്രവർത്തനത്തിന്റെ പേരും അവയിലെ ഭാഗങ്ങളുടെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് കുട്ടികളോടൊപ്പം തന്നെ ഷെൽഫിലേക്ക്, അതായത് ടീച്ചർ ഷെൽഫിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് കുട്ടികളോടൊപ്പം തന്നെ ഷെൽഫിന്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് കൃത്യമായിട്ട് മെറ്റീരിയൽസ് ഇരിക്കുന്നത് അതിന്റെ ലൊക്കേഷൻ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പാർട്സുകളാണ്, ഒരു മെറ്റീരിയൽ ആയാലും അതിന്റെ പാർട്സുകൾ എന്തൊക്കെയാണ്. ഇപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡിൽ നമ്മൾ കുറെ അധികം ബോർഡ്സുകൾ കണ്ടായിരുന്നു, പിന്നെ സ്റ്റൈലസ് കണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ മെറ്റീരിയലിന്റെയും പാർട്ടുകളാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അഞ്ചാമത്തെ പോയിന്റ് റീഡ് ചെയ്തോളൂ കേട്ടോ. Show him to carry it and allow the child to carry it to the workspace. It besets him on his commanding side. പ്രവർത്തനം എങ്ങനെ കൊണ്ടുപോകുമെന്ന് കാണിച്ചിട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് സ്വയം കുട്ടിയോട് തന്നെ ചെയ്യാൻ പറയണം. ഓക്കെ, അതായത് എങ്ങനെയാണ് ഇപ്പൊ അത് ഷെൽഫിൽ നിന്ന് എടുക്കേണ്ടത്, അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുട്ടിയോട് സ്വയം ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, ആറാമത്തെ പോയിന്റ് എന്താ? ആറാമത്തെ പോയിന്റ് ഒന്ന് റീഡ് ചെയ്യാമോ? ഹലോ, കേക്കണ്ട മിസ്സേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. മാറ്റിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി കുട്ടികളെ പറയുക. പിന്നെ യൂസ്
സ്ലോ കെയർഫുൾ മൂവ്മെന്റ്, കെയർഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അതായത് ഏതായിരുന്നു 6ാമത്തെ പോയിന്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അതെ മാം. Lay the task out on the table mat. Use slow careful movement. അതായത് ഇവിടെ പറയുന്നത് ടേബിൾ മാറ്റ് പ്രോപ്പർ ആയിട്ട് ഇടുക, അതുപോലെ തന്നെ സ്ലോ ആയിട്ട് കെയർഫുൾ ആയിട്ട് മൂവ്മെന്റ് ചെയ്യുക. അതായത് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ മെറ്റീരിയൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. Then 7ാമത്തെ പോയിന്റ്, ഡെമോൺസ്ട്രേറ്റ് ദ ടാസ്ക് യുവർസെൽഫ്. യൂസ് ഓൺ ദ pertinent language. Do not speak unless it is necessary during a presentation. Make the presentation interesting. Okay, അതെന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ആദ്യം അധ്യാപകർ തന്നെ പ്രവർത്തനം ചെയ്യുന്നിട്ട് അതുപോലെ കുട്ടിയുടെ എന്താണ് അധ്യാപകർ ഉപയോഗിക്കുന്ന ഭാഷ നല്ല രീതിയിലാവണം. അതായത് എന്താണ് ചെയ്യേണ്ടത്, ആക്ടിവിറ്റി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുക, അതുപോലെ തന്നെ മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുക, ലാംഗ്വേജിൽ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. അത്യാവശ്യമല്ലാതെ, അതായത് അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക, അല്ലാതെ ഉള്ള കൂടുതലായിട്ടുള്ള ടോക്കിംഗ് അനുവദനീയമല്ലെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കുട്ടിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക കേട്ടോ. ദെൻ 8ാമത്തെ പോയിന്റ്, എന്താ? We aim at demonstrating an exercise once. The director should minimize her movement. Any action should minimize her movements, and any action should be slow, thoughtful and precise. ഇവിടെ പറയുന്നത് എന്താണ്? അതായത് വർത്തമാനത്തെക്കാളും കൂടുതൽ മൂവ്മെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോണ്ടിസോറി മെത്തേഡിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ടോപ്പിക്കിനേക്കാളും കൂടുതൽ എന്തിനു കൊടുക്കുക? മൂവ്മെന്റ്സിന്. അതായത് എങ്ങനെയാണ് മെറ്റീരിയൽ മൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കുട്ടി പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ 9ാമത്തെ പോയിന്റ്, ഓൾവേസ് ലുക്ക് അറ്റ് ദ ചൈൽഡ് ടു ബിൽഡ് അഫിനിറ്റി വിത്ത് ഹിസ് ചൈൽഡ്. അതായത് കുട്ടിയെ കറക്റ്റ് ആയിട്ട് നോക്കുക, കുട്ടിയെ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക. ദെൻ 10ാമത്തെ പോയിന്റ്, invite the child to do the task after the demonstration. State to help if imperative. Do not give him any more help than he requires. Okay. ആവശ്യമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, കൂടുതൽ ഹെൽപ്പ് ചെയ്യരുത്. അതായത് ആവശ്യമെങ്കിൽ മാത്രം കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഓക്കെ, 11ാമത്തെ പോയിന്റ് തുടങ്ങി ശ്രുതി ഒന്ന് വായിക്കൂ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കൂ കേട്ടോ. Okay, ma'am. The child has the right to refuse. Do not make an issue of the lack of interest. Always give freedom of choice and movement. കുട്ടികൾ എപ്പോഴും ശരിയായ രീതിയിൽ വേണം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡു നോട്ട് മേക്ക് ആൻ ഇഷ്യൂ ഓഫ് ദ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ ഒരു ഇൻട്രസ്റ്റ് കുറവ് വരാൻ പാടില്ല. ഓൾവേസ് ഗിവ് ഫ്രീഡം. അവർക്കൊരു ഫ്രീഡം കൊടുക്കണം, ആ മൂവ്മെന്റ്സിനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. If he wishes to respect the task, withdraw yourself, but watch him so you can help him if he cannot do it on his own. അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. Do not punish or reward effort or the lack of effort. Satisfaction of completion of task should be enough to reward and the child that she wants to learn and work. നമ്മൾ അവര് എന്തെങ്കിലും ചെറുതായിട്ട് മിസ്റ്റേക്ക് ചെയ്താലോ എന്തെങ്കിലും ഒരുപാട് നമ്മൾ പണിഷ് ചെയ്യരുത്. ആ സമയത്ത് ആ ടാസ്ക് ചെയ്യാനുള്ള the belief is that satisfaction of completion of task should be enough. അവർക്ക് ആ ടാസ്ക് ചെയ്യാനുള്ള ഒരു കംപ്ലീഷൻ കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആവും. നമ്മൾ പണിഷ് ചെയ്യരുത്. Never correct a child while carrying out an exercise nor repeat the presentation instantly, as this could affect his self-esteem. Make a mental note of the child's mistake and leave the child to concentrate. Demonstrate the exercise the next day or later in the day. അവർക്ക് ആ ഒരു നമ്മൾ കൊടുക്കുന്ന എക്സസൈസ് ക്യാരി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പത്തെ ആ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതെ
ഒരു ഒന്നല്ലെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. If the child continuously cannot do a task correctly, it is a demonstration that the child could not understand. The directress should examine her task, analysis, and make a presentation to the child again. അവർ കണ്ടിന്യൂസ്ലി ഒരു ടാസ്ക് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ആ ഒരു ടാസ്ക് പിന്നെയും നമുക്ക് ഒരു ദിവസം വിളിപ്പിച്ച് പിന്നെയും നമുക്ക് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. A progress chart should be preserved on his development. The information should include what task and date of presentation was made to the child and how he fairly used a grading system such as fair, good and very good. കുട്ടിയുടെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് ദ ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്രസന്റേഷനിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ അവര് നല്ലപോലെ മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവര് അത് ആ ഒരു ടാസ്കിൽ ക്ലിയർ ആയി എന്നുള്ളതിന്റെ ഫൈനൽ ഡിസിഷനിൽ നമ്മൾ എത്താൻ പറ്റുള്ളൂ. When the exercise is finished and materials put away, inform the child that he can take the exercise whenever he wishes. മെറ്റീരിയൽസ് എക്സസൈസ് കഴിയുമ്പോൾ അവര് ആ മെറ്റീരിയൽസ് ഒക്കെ കറക്റ്റായ രീതിയിൽ വെക്കാതെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുവാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് യു ക്യാൻ ടേക്ക് ദ എക്സസൈസ്. മാം അതൊന്നും ക്ലിയർ ആയില്ല ആ ഒരു പോയിന്റ്. Next, for the first exercise, material should be put back on the shelf or let the child try to work with material and return them to the shelf after the exercise. ഒരു എക്സസൈസിന്റെ സമയത്ത് ആ കുട്ടികൾ കറക്റ്റ് ആയിട്ട് അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് തിരിച്ചു കൊണ്ടുപോയി ആ ഷെൽഫിൽ വെക്കാനും പിന്നെ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എടുത്ത് കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോയി വെക്കാനും നമ്മൾ പഠിപ്പിക്കണം. Establish that all materials are in order and complete and put on low shelves. ഈ ഒരു അവർ ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആ ഷെൽഫിൽ ഏറ്റവും താഴെ തന്നെ, അതായത് അവർക്ക് എടുക്കാൻ ഭാഗത്ത് തന്നെ വെക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. മാം അതിൽ ആദ്യം പ്രാക്ടിക്കല് ഇത് പ്രവർത്തനങ്ങൾ ആദ്യം വെക്കേണ്ടത് അധ്യാപികയില്ലേ? അധ്യാപക കൊണ്ട് ഷെൽഫിൽ ആദ്യത്തെ സമയത്ത് അധ്യാപക വെച്ചിട്ട് പിന്നീടുള്ളത് പിന്നീടാണ് കുട്ടികൾ ചെന്നെടുക്കുന്നത് കേട്ടോ. അറേഞ്ച് ചെയ്യുന്നത് ടീച്ചറാണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് കുട്ടികൾ ചെന്നെടുക്കുന്നു, അതിനുശേഷം തിരികെ കൊണ്ടുവയ്ക്കുന്നു. ആ ഒരു രീതിയിൽ കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്തായാലും ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാരും വരില്ലേ പ്രാക്ടിക്കൽ ക്ലാസ്സിന്? മാം ഞാൻ ഡിസംബറിൽ വരുള്ളൂ. ഡിസംബറിൽ. അതെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. സൈൻ ഔട്ട് ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you. Thank you, ma'am.